വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് വേണ്ടി ഈ ഒരു സ്മാർട്ട് ഫോൺ റിവ്യൂ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി നൽകിയത് cellpointadoor എന്ന് പറയുന്ന സ്ഥാപനമാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസോ വേറെ ഏതെങ്കിലും ഡിവൈസോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹലോ എവരിവൺ, ടെക്കി വിസാർഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഓപ്പോയുടെ Reno 8 Pro എന്ന് പറയുന്ന ഡിവൈസിന്റെ ഒരു എക്സ്ക്ലൂസീവ് അൺബോക്സിംഗ് പ്ലസ് ഫസ്റ്റ് ഇംപ്രഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ Reno 8 Proയുടെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇതാണ് ഓപ്പോയുടെ ഏറ്റവും പുതിയ Reno 8 Pro 5G എന്ന് പറയുന്ന ഡിവൈസിൻ്റെ പാക്കിംഗ്. ആസ് യൂഷ്വൽ Reno സീരീസ് വരുന്ന സെയിം ആ ഒരു പാക്കിംഗ് കളർ കോമ്പിനേഷനൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതേലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ആക്കുവാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഈ ഒരു വീഡിയോ നമ്മൾ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടാണ്, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പാക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു റെഡ് ബോക്സ് ആണ് ലഭിക്കുന്നത്. നിങ്ങൾക്കറിയാം അതിനകത്ത് എന്താണ് വരുന്നതെന്ന്. യെസ്, ആസ് യൂഷ്വൽ വരുന്നത് പോലെ നമ്മുടെ ബാക്ക് കവറും കുറച്ച് പേപ്പർ വർക്ക്സും ആണ്. പേപ്പർ വർക്ക്സ് എന്ന് പറയുമ്പോൾ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും സേഫ്റ്റി ഇൻഫർമേഷൻ ഗൈഡും അതൊക്കെയാണ്. പിന്നെ സിമ്മിട്ട പിന്നും അതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ഡിവൈസ് തന്നെയാണ് ഒരു ടെമ്പററി പ്ലാസ്റ്റിക് ഷീറ്റിലൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് റിമൂവ് ചെയ്തേക്കാം. ഇത്തവണ ആദ്യം തന്നെ ഇത് റിമൂവ് ചെയ്ത് എല്ലാം ഫ്രീ ആക്കി വെച്ചേക്കാം അല്ലേ. ബാക്കിലൊരു സ്റ്റിക്കർ കൂടെ ഉണ്ട്, അതുകൂടെ പീൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഡിവൈസ് കംപ്ലീറ്റ്ലി ഫ്രീ ആവും. ബാക്കി പാക്കിംഗ് കണ്ടൻസ് നോക്കുവാണെങ്കിൽ 80 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫാസ്റ്റ് ചാർജിംഗ് ബ്രിക്കും കറസ്പോണ്ടിങ് ടൈപ്പ് A to ടൈപ്പ് C ഡേറ്റ കേബിളും ലഭിക്കുന്നുണ്ട്. ആൻഡ് ഓവറോൾ ഇതാണ് ഇതിൻ്റെ പാക്കിംഗ് കണ്ടന്റ് എന്ന് പറയുന്നത്. സിം ട്രേ നോക്കുവാണെങ്കിൽ ഡുവൽ സിം പോർട്ടാണ് വരുന്നത്. എക്സ്പാൻഡബിൾ സ്റ്റോറേജ് നമുക്ക് അവൈലബിൾ അല്ല. ഇനി നമുക്ക് കൂടെ കിട്ടിയ ബാക്ക് കവർ ഇടുവാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഫിനിഷാണ്. നമുക്ക് ഭംഗി പോകാത്ത ഫിനിഷ് തന്നെയാണ് കിട്ടുന്നത്. ആൻഡ് ബാക്ക് കവർ ഇല്ലാതെ യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ബട്ട് പേഴ്സണലി എനിക്ക് ബാക്ക് കവർ യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ പവർ ബട്ടനാണ് വരുന്നത്. മുകളിലായിട്ട് നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സും അതേപോലെ തന്നെ സെക്കൻഡറി മൈക്രോഫോൺസുമാണ് കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ വോളിയം റോക്കേഴ്സും താഴെ നമുക്ക് സിം ട്രേ, മൈക്ക് ആൻഡ് ടൈപ്പ് C പോർട്ടും അതേപോലെ തന്നെ മെയിൻ സ്പീക്കറുമാണ്. ബാക്കിൽ നമുക്ക് ക്യാമറ മൊഡ്യൂളും അതിൻ്റെ ഫ്ലാഷ് മൊഡ്യൂളും വളരെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. നല്ലൊരു എക്സൈറ്റിംഗ് ഡിസൈനിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നേക്കുന്നത്. 183 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 7.34 mm ആണ് തിക്നെസ് വരുന്നത്. ഇൻ ഹാൻഡ് ഫീൽ പറയുകയാണെങ്കിൽ നല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, അത് എടുത്തു വരേണ്ട കാര്യമാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, സ്ക്വയർ എഡ്ജ് കൂടെ ആയതുകൊണ്ട് തന്നെ. അതേപോലെ തന്നെ ഇതിൻ്റെ എക്സൈറ്റിംഗ് ഡിസൈൻ ഒരു രക്ഷയില്ല. നമുക്ക് നല്ല സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനാണ്. നല്ല സാറ്റിസ്ഫാക്ഷനാണ് ഇതിൻ്റെ ഡിസൈൻ കാണുമ്പോൾ. എടുത്തു പറയേണ്ടത് ആ ഒരു ക്യാമറ മൊഡ്യൂൾ വെച്ചേക്കുന്നതാണ്. എപ്പോഴും ഓപ്പോ എന്തെങ്കിലും ഒരു വെറൈറ്റി അവരുടെ ഡിവൈസിൽ കൊണ്ടുവരാറുണ്ട്. ലാസ്റ്റ് സമയത്ത് പറയുകയാണെങ്കിൽ ലൈറ്റ് ആയിരുന്നു ചുറ്റിനും വന്നിട്ടിരുന്നത് ക്യാമറ മൊഡ്യൂൾ സ്പെഷ്യലായിട്ട് ഇവർ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ കൊണ്ടുവരും. എനിവേ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കളറായാലും ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ വളരെ ഭംഗിയായിട്ടുണ്ട്. 6.7 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് നമുക്കിതിൽ ലഭിക്കുന്നത്. 394 പിക്സൽ പെർ ഇഞ്ചാണ് ഡെൻസിറ്റി. 93.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. അതേപോലെ 20.1:9 ആണ് ആസ്പെക്ട് റേഷ്യോ വരുന്നത്. 120 Hz റീഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് Reno സീരീസിൽ 120 Hz വന്നിട്ടുണ്ട്. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. ഇത്രയും നാൾ ഞാൻ എപ്പോഴും പറയുന്നൊരു പോരായ്മയായിരുന്നു 90 Hz ഒതുക്കി കളയുന്നത്. ഇവിടെ അത് മാറ്റിയിട്ടുണ്ട്. പ്രീവിയസ് ജനറേഷനിൽ ഞാൻ Reno 7 Pro അൺബോക്സ് ചെയ്ത് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ബട്ട് പേഴ്സണലി യൂസ് ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിലും നമുക്ക് 90 Hz ഒതുക്കിയെങ്കിൽ പോലും നമുക്ക് നല്ലൊരു റേഷ്യോ കിട്ടുമായിരുന്നു, സ്ക്രീൻ ടു ബോഡി റേഷ്യോ. അതേപോലെ തന്നെയാണ് ഇവിടെയും ചിൻസും ബെസൽസും എല്ലാം വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്കൊരു മാക്സിമം ഔട്ട് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും ഉണ്ട്. അതുകൊണ്ട് മൾട്ടിമീഡിയ ലാസ്റ്റ് ജനറേഷനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫാർ ബെറ്റർ ആണ്. നല്ലൊരു വ്യൂയിങ് ആംഗിൾസും ഒക്കെ ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. സോ മൾട്ടിമീഡിയ വൈസ് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഇതിൽ വന്നിട്ടുണ്ട്. ആൻഡ്രോയിഡ് 12 ബേസ് ചെയ്തിട്ടുള്ള കളർ OS 12.1 ആണ് ഇതിൽ OS വരുന്നത്. ഓരോ അപ്ഡേറ്റിലും മിനിമലും അതേപോലെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് കളർ OS. ബ്ലോട്ട്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ധാരാളം തന്നെ ഉണ്ട്, അത് എടുത്തു പറയുന്ന കാര്യമാണ്. ബട്ട് ഈവൻ തോ കുറച്ചുകൂടി ബെറ്റർ ആയി വരുന്നുണ്ട് കളർ OSന് മാത്രം അവകാശപ്പെടാവുന്ന കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. OS വൈസ് ഒരു ആവറേജ് ഫീലാണ് വരുന്നത്. ഇതിൻ്റെ ചിപ്സെറ്റ് നോക്കുവാണെങ്കിൽ MediaTekൻ്റെ Dimensity 8100 Max ആണ് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ BGMI സെറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ സ്മൂത്തിൽ നമുക്ക് 90 FPS ലഭിക്കുന്നുണ്ട്. അതേപോലെ HDR Ultra ആണ് മാക്സിമം നമുക്ക് ഇപ്പോൾ കറൻറ്റ്ലി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓവറോൾ ഇതിൻ്റെ ഇനീഷ്യൽ ഇംപ്രഷൻ പറയുകയാണെങ്കിൽ നല്ല മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അതേപോലെ ഇതിൻ്റെ ഇൻഡെപ്ത് റിവ്യൂവിൽ മാത്രമേ നമുക്ക് ഇത് എത്രത്തോളം മികച്ചതെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബട്ട് ഒരു കാര്യം, ലാസ്റ്റ് ഇയറിലെ Reno 7 Pro വെച്ച് നോക്കുകയാണെങ്കിൽ ഫാർ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഇത്തവണ Reno 8 Pro കാഴ്ചവെക്കുന്നത്. അതിന് ഒരു ഹാറ്റ്സ് ഓഫ് പറയേണ്ടിയിരിക്കുന്നു. നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നത്തെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ പ്രൈമറി ക്യാമറ 50 MP ആണ്. സോണി IMX 766 ഫ്ലാഗ്ഷിപ്പ് സെൻസറാണ് ഇതിൽ വരുന്നത്. f1.8 ആണ് എൻ്റെ അപ്പേർച്ചർ വരുന്നത്. 8 MP അൾട്രാവൈഡ് ക്യാമറയും അതേപോലെ തന്നെ നമുക്ക് 2 MP മാക്രോ ക്യാമറയും ലഭിക്കുന്നുണ്ട്. ഇത്തവണ Oppo Reno 8 Pro ഒരു ഇൻഡിപെൻഡൻറ്റ് ഇമേജിംഗ് NPU പ്ലേസ് ചെയ്തിട്ടുണ്ട്. മാരി സിലിക്കൺ X എന്ന് പറയുന്ന ഓപ്പോയുടെ തന്നെ സെൽഫ് ഡെവലപ്ഡ് ടെക്നോളജിയാണിത്. 6 nm ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ജനറേഷനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ഇതിൻ്റെ ക്യാമറ സൈഡിൽ നമുക്ക് ലഭിക്കും. ഫോർ എക്സാമ്പിൾ ഡൈനാമിക് റേഞ്ചിലും അതേപോലെ 4K വീഡിയോ, നൈറ്റ് വീഡിയോയിലൊക്കെയാണ് കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് വരുന്നതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷനിൽ പറയുകയാണെങ്കിൽ തരക്കേടില്ലാത്ത എബോ ആവറേജ് പെർഫോമൻസ് ആണ് ഇതിൻ്റെ ക്യാമറയിൽ നിന്ന് ലഭിക്കുന്നത്. ഒരു ഇൻഡെപ്ത് ക്യാമറ റിവ്യൂ ചെയ്താൽ മാത്രമേ ഇതിന് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ കാണുന്ന വിഷ്വൽസൊക്കെ ഈ ഒരു ക്യാമറയിൽ എടുത്തതാണ്. പിന്നെ ഇതിൻ്റെ വീഡിയോ റെസൊല്യൂഷൻ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4K 30 FPS ആണ് പ്രൈമറിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഫ്രണ്ടിൽ 1080p 30 FPS അതിലെനിക്ക്
നെഗറ്റീവ് പറയാനുണ്ട്. കാര്യം കഴിഞ്ഞ ഓട്ടോ 4K 30 ആ ഒരു റേഞ്ച് ആയിരുന്നു. 4K 60 ഇതുവരെ ഈ ഒരു പ്രോഡക്റ്റിൽ വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ മിഡ് ബഡ്ജറ്റിലുള്ള പ്രോഡക്റ്റിൽ വരെ നമുക്ക് 4K 60 ലഭിക്കുന്നുണ്ട്. സോ ഇത്തവണയും 4K 30 തന്നെയാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്. OIS നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു ആവറേജ് അത്തരത്തിലുള്ള ഫീലാണ് എനിക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ തോന്നിയത്. നെക്സ്റ്റ് അപ്ഡേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ ചാർജിങ്ങിലാണ്. അതായത് 80 വാട്ടിൻ്റെ സൂപ്പർ ബൂക്ക് ടെക്നോളജിയാണ് കമ്പനി ഇതിൽ കൊടുത്തേക്കുന്നത്. 11 മിനിറ്റാണ് 50% എത്താൻ വേണ്ടി കമ്പനി ഓഫർ ചെയ്യുന്നത്. ആൻഡ് 4500 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഓവറോൾ 80 വാട്ട് 4500 mAh കോമ്പിനേഷൻ അടിപൊളിയാണ്. നമുക്കപ്പം നല്ലൊരു അപ്ഡേഷൻ തന്നെ ആ ഒരു കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. ബയോമെട്രിക്സ് നോക്കുവാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ്ങും ഫേസ് ഐഡി ആണ് ഇതിലുള്ളത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടാണ് ഓപ്പോ പറയുന്നത്. 0.2 സെക്കൻഡ്സിൽ നമുക്ക് അൺലോക്ക് ആവുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം ഇമ്പ്രൂവ് ആയതുപോലെ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. നമുക്ക് ചെറിയൊരു മാറ്റം ഇതിൽ നിന്ന് തോന്നത്തുള്ളൂ ആ ഒരു അപ്ഡേഷനിൽ. അപ്പം അതാണ് ഇതിൻ്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ബയോമെട്രിക്സ് എന്ന് പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് NFC കണക്ടിവിറ്റി വരുന്നുണ്ട്, 5G കണക്ടിവിറ്റി ആണ്. അതേപോലെ ഇതിനകത്ത് എടുത്തു വരേണ്ട OS ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എയർ ജസ്റ്റേഴ്സും അതുപോലെ ഒമോജി നേരത്തെ ഉള്ളതാണ്. പിന്നെ മൾട്ടി സ്ക്രീൻ കണക്റ്റും പിന്നെ ഇവരുടെ തന്നെ കുറച്ച് ബെറ്റർ പെർഫോമൻസ് തരുന്ന ഓഫർ ചെയ്യുന്ന കുറേ അധികം ഫീച്ചേഴ്സ് ഇതിൻ്റെ UIയിലുണ്ട്. ഇതിനകത്തൊരു കൺക്ലൂഡിങ് ഒപ്പീനിയൻ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇതിൻ്റെ പ്രൈസ് എനിക്കിപ്പോൾ കറൻലി അറിഞ്ഞുകൂടാ. ലോഞ്ചിന് മുന്നേ ആണ് ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രൈസ് അറിഞ്ഞതിന് ശേഷം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം. ആൻഡ് ഓവറോൾ ഇത്രയും വെച്ച് എനിക്ക് പറയാനുള്ളത് ഡിസൈൻ വേസ് ഇത്തവണയും ഓപ്പോ ഞെട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പല കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ബാറ്ററിയുടെ കാര്യമായാലും ക്യാമറയുടെ കാര്യമായാലും അതേപോലെ പെർഫോമൻസ് എടുത്ത് പറയുന്ന കാര്യമാണ്, ഡിസ്പ്ലേ എല്ലാത്തിലും ഓവറോൾ മെയിൻ സെഗ്മെൻറ്റിലെല്ലാം അപ്ഗ്രേഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. എനിക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ കൂടുതൽ ക്യാമറ സാമ്പിൾസ് അല്ലെങ്കിൽ ഈ ക്യാമറ സാമ്പിൾസ് എല്ലാം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലത്തെ എക്സ്ക്ലൂസീവ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നിങ്ങളുടെ എന്ത് സംശയം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ആൻഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.